IELTS റീഡിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നോട്ടീസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ സമയം മാത്രം അറിഞ്ഞാൽ മതി. എന്തെങ്കിലും ഉദ്ഘാടനമാണോ അല്ലെങ്കിൽ മമ്മൂട്ടി വരുന്നുണ്ട്, മോഹൻലാൽ വരുന്നുണ്ട്, സോ നമുക്ക് അതിന്റെ സമയം മാത്രം അറിഞ്ഞാൽ മതി എങ്കിൽ നമ്മൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ആ നോട്ടീസ് വായിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനെയാണ് സ്കാനിങ് എന്ന് പറയാം. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റുകളോ സമയങ്ങളോ പേരുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ആ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ വായിക്കുന്ന ടെക്നിക്കിനെയാണ് സ്കാനിങ് എന്ന് പറയാം. നേരെ മറിച്ച് സ്കിമ്മിങ് ആകുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് എല്ലാം വായിക്കും. നമ്മൾ ഒരു വാക്കിലും ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കുന്നില്ല, പക്ഷേ ആ പാരഗ്രാഫിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളൊരു പത്രവാർത്ത വായിക്കുന്ന പോലെ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡന്റിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് വാർത്തയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്, എവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, മരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ നമ്മൾ ആ വാർത്ത വായിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഓരോ വാക്കുകളിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളൊന്ന് ജനറൽ ആയിട്ട് വായിച്ചു പോവുക ചെയ്യാം. ഇതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയാം. ഈ രണ്ട് മെത്തഡുകളും നമ്മൾ റീഡിങ്ങിൽ പല ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ലിസ്റ്റ് ഓഫ് ഹെഡിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് സ്കിമ്മിങ് ആണ്. പക്ഷെ വൺ വേർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് സ്കാനിങ് ആണ്. അതുപോലെ ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് സ്കാനിങ് ആണ്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ലിസ്റ്റ് ഓഫ് ഹെഡിങ് ചെയ്യുക എന്നുള്ളതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാനൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടോളൂ. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.